إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أحبتي في الله أوصيكم بما وصى الله به الأولين والآخرين وقال تعالى ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله في السر والعلانية. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കുന്ന മരവിപ്പിക്കുന്ന വാർത്തകളാണ് ദിനേനയെന്നോണം നാം ഓരോരുത്തരും സമൂഹത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ തന്റെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുകയും ആർക്കു വേണ്ടിയാണോ പകലന്തിയോളം അധ്വാനിക്കുകയും ചെയ്യുന്നത് ആ മക്കൾ, അവർക്കൊരു ചെറിയ പനി വന്നാൽ പോലും ഏതൊരു മാതാവിനും പിതാവിനും വലിയ ബേജാറാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ലക്ഷങ്ങൾ ആവശ്യമായി വരുന്ന മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ, കരൾ മാറ്റിവെക്കാൻ, അതുപോലെ തന്നെ വെന്റിലേറ്ററിലും ICUയിലുമായിക്കൊണ്ട് പ്രാർത്ഥനകളോടെ എത്രയോ ആളുകളാണ് സഹോദരങ്ങളെ മക്കളുടെ വിഷയത്തിൽ വേദനകൾ അനുഭവിക്കുന്നത്. നമ്മുടെ നാട് അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നാടാണ്, രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്കൊരാവശ്യം വന്നാൽ 4 മണിക്കൂറുകൾ കൊണ്ടാണ് 40,44,330 രൂപ അത് സ്വരൂപിച്ചു എല്ലാവിധ സൗകര്യങ്ങളും ഭൗതികമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു. പക്ഷേ നമ്മുടെ കണക്ക് കൂട്ടുകൾക്ക് അപ്പുറത്ത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമുണ്ട്. അള്ളാഹു എന്താണോ നമുക്ക് തീരുമാനിച്ചത് ജീവിതത്തിൽ അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അള്ളാഹുവിൽ തവക്കുലാക്കി പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടാണ് നാം ഓരോരുത്തരും മുന്നോട്ട് പോവേണ്ടത്. മക്കളെ സ്നേഹിക്കണമെന്നോ താലോലിക്കണമെന്നോ ഒരാളോടും പഠിപ്പിക്കേണ്ടതില്ല. എന്നാൽ അതേ മനുഷ്യ സമൂഹത്തിൽ നിന്ന് തന്നെ അതിക്രൂരമായ പീഡനങ്ങളുടെ വാർത്തയും നമ്മൾ കേൾക്കുന്നു. മനുഷ്യത്വമില്ലാത്ത, ഒന്ന് അലറിക്കരയാൻ പോലും കഴിയാത്ത വിധം കൈകൾ രണ്ടും ഒടിക്കപ്പെടുകയും ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കുകയും ചെയ്യുന്ന 1.5 വയസ്സുകാരുടെ എങ്ങനെ മനുഷ്യരെ സാധിക്കുന്നു? ഇത് ജാഹിലിയത്ത്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ദല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കലീം. അങ്ങ് ഡാർക്ക് ഏജിൽ, ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജാഹിലിയത്തിന്റെ ആളുകളായിരുന്നു. ഒരു കുഞ്ഞിനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അപമാനത്താൽ കോപത്താൽ മുഖം കറുത്തിരുണ്ടു പോകുന്നു.
എന്ത് ചെയ്യണമെന്നറിയാതെ തനിക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട കുഞ്ഞിന്റെ വിഷയത്തിൽ അപമാന ഭാരത്താൽ ജനങ്ങളിൽ നിന്ന് വിദൂരത്ത് പോകണോ? അപമാനത്തിൽ കഴിഞ്ഞുകൂടണോ? അതല്ല ഈ കുട്ടിയെ മണ്ണിലേക്ക് ആഴ്ത്തിക്കളയണോ, മണ്ണിട്ട് മൂടണോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലം. അലാ സാഅമാ യഹ്കുമുൻ, എന്തൊരു മോശമായ കാര്യമാണ് അവർ വിധിക്കുന്നത്. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കൊല്ലരുത്. നഹ്നു നർസുഖുഹു വഇയ്യാകും, അവർക്കും നിങ്ങൾക്കുമെല്ലാം ഭക്ഷണം നൽകുന്നത് നാമാണ്. മക്കളെ വളർത്തേണ്ടതിനെ കുറിച്ച് പിഞ്ചു പൈതങ്ങളെ, സഹോദരങ്ങളെ ആലോചിച്ച് നോക്കൂ. എങ്ങനെ മനുഷ്യർക്ക് മനസ്സ് വരുന്നു? പ്രസവിക്കപ്പെട്ട കുട്ടികളെ തെരുവിൽ വലിച്ചെറിഞ്ഞു പോകുന്ന എത്രയോ വാർത്തകൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ അങ്ങേയറ്റം വളർന്നിട്ടുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ആളുകൾക്ക് അറിവുണ്ട്. പക്ഷേ മനുഷ്യത്വം, ഇൻസാനിയത്ത്, മനുഷ്യന്റെ മനസ്സ് അങ്ങേയറ്റത്തെ ദുഷിച്ചുപോയി, അങ്ങേയറ്റത്തും കടുത്തുപോയി എന്നതല്ലേ ഈ വാർത്തകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് ഇസ്ലാം മനുഷ്യന്റെ ഇസ്സത്തിനും മനുഷ്യന്റെ ജീവനുമെല്ലാം വില കൽപ്പിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ ഓരോ മനുഷ്യന്റെയും അഭിമാനത്തെയും രക്തവുമെല്ലാം പവിത്രമാണെന്ന് പഠിപ്പിച്ചു. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഇതിന്റെ വേദനയറിയൂ സഹോദരങ്ങളെ. വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി പ്രാർത്ഥനകളോടെ കഴിഞ്ഞുകൂടുന്ന എത്രയോ ദമ്പതിമാരുണ്ട്. അവരുടെ വേദന ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. അപ്പോ തിരിച്ചറിവാണ് ആവശ്യം, അറിവല്ല. മനുഷ്യരെ അറിവില്ലാത്ത കുഴപ്പമല്ല, തിരിച്ചറിവാണ് ഇല്ലാത്തത്. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ചരിത്രങ്ങൾ, മഹാന്മാരായ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അവർ ഏറെ ആഗ്രഹിച്ചത്, ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മൾ ഏറെ കേട്ടു. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ മക്കളെ, സന്താനങ്ങളെ നൽകണേ എന്ന്. സൂറത്തു മറിയമിൽ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന കാണാം. കാഫ് ഹാ യാ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. അങ്ങനെ വളരെ ഗോപ്യമായി അങ്ങേയറ്റത്തെ പ്രായം ചെന്ന ആ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. ഖാല റബ്ബി ഇന്നി വഹനൽ അസ്മു മിന്നി വസ്തഅല റഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. റബ്ബേ, എന്റെ എല്ലുകൾക്ക് ശക്തി കുറഞ്ഞു, ഞാനതാ എന്റെ മുടികളെല്ലാം, താടിരോമങ്ങളെല്ലാം നിരച്ചു തുടങ്ങി, എന്റെ ശരീരത്തിന്റെ തൊലികൾ ചുളിഞ്ഞു പോയിരിക്കുന്നു. ഞാൻ ഒരിക്കലും നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ദൗർഭാഗ്യവാനായിട്ടില്ല. യരിസുനി വയരിസു മിൻ ആലി യാഖൂബ് റബ്ബി ഇജ്അൽഹു റബ്ബി റദിയ. റബ്ബേ, എനിക്ക് എന്റെ കുടുംബം, ഈ പാരമ്പര്യം നിലനിർത്താൻ നീ തൃപ്തിപ്പെടുന്ന ഒരു സന്താനത്തെ നൽകണമെന്ന് റബ്ബിനോട് നിരന്തരമായ പ്രാർത്ഥന. അതാണ് പ്രവാചകന്മാർ നിർവഹിച്ചത്. സഹോദരങ്ങളെ, അത് അല്ലാഹുവിന്റെ അനുഗ്രഹവും പരീക്ഷണമാണ്. എങ്ങനെ മക്കളെ വളർത്തണമെന്നും മക്കളോട് പെരുമാറണമെന്നും നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അല്ലാഹുവിനെ ഓർക്കുന്ന, പരലോകത്തെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉത്തമമായ റോൾ മോഡൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുണ്ട്. ഒരു രാജ്യത്തെ, ലോകത്ത് ആ ഇസ്ലാമിക രാജ്യത്ത് മുഴുവനും കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ, നാട്ടുകാരുടെ എല്ലാ കാര്യങ്ങളിലും ബിസിയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളോട് എങ്ങനെ വർത്തിച്ചു എന്നത് ഞാനും നിങ്ങളും വളരെയധികം പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുള്ള ജീവിതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസി അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന് ബാക്കിയാകുന്ന വിഷയങ്ങളിൽ ഒന്ന് വലദുൻ സ്വാലിഹുൻ യദൂലുഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങളാണ്. മക്കളൊക്കെ ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഇസ്ലാമിന്റെ ഫിത്രത്തിലാണ്, നാച്ചുറലാണ് ജനിക്കുന്നത്. അവന്റെ സാഹചര്യം, അവന്റെ പിതാവാണ് അവനെ കാരണക്കാരനാകുന്നത് യഹൂദി, നസ്രാനി, മജൂസി ഒക്കെ അതുകൊണ്ട് തന്നെ എങ്ങനെ മക്കളോട് വർത്തിക്കണം എന്നതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. കുരുന്നുകളോട് അലിവും കാരുണ്യവും സ്നേഹവും കാണിക്കണം, അത് പ്രകടിപ്പിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലൈസ മിന്ന മൻ ലം യർഹം സഗീറനാ വലം യുവഖിർ കബീറനാ. ചെറിയവരോട് കരുണ കാണിക്കാത്തവരോടും വലിയവരെ ആദരിക്കാത്തവരും നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആൺമക്കൾ ഉണ്ടായിരുന്നവരെല്ലാം മരിച്ചുപോയി. നോക്കൂ സഹോദരങ്ങളെ, വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി. 4 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അബ്ദുള്ള, ഇബ്രാഹിം, ഖാസിം ഈ തുടങ്ങിയ ആൺമക്കളൊക്കെ മരിച്ചുപോയി. ഇബ്രാഹിം 6-7 മാസം വരുമ്പോഴാണ് മരിക്കുന്നത്. നോക്കൂ സഹോദരങ്ങളെ, എത്ര പരീക്ഷണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റുവാങ്ങിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലോകത്തിന്റെ പ്രവാചകരായ അങ്ങ് കരയുകയാണോ എന്നുള്ള അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഇബ്നു ഔഫ് ഇന്നഹാ റഹ്മ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഇത് കാരുണ്യമാണ്. ഇന്നൽ ഐന തജ്മ, കണ്ണുകൾ നിറഞ്ഞൊഴുകും. വൽ ഖൽബു യഹ്സൻ, ഹൃദയം ദുഃഖിക്കും. വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുന, അല്ലാഹുവിന് തൃപ്തിയില്ലാത്ത കാര്യമല്ലാതെ ഒന്നും നമ്മൾ പറയുകയില്ല. ഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, മോനെ ഇബ്രാഹിം, നിന്റെ വേർപാടിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ട്. മക്കൾ മരണപ്പെട്ടു പോവുക എന്നുള്ളത് സഹോദരങ്ങളെ വലിയ പരീക്ഷണമാണ്. അങ്ങേറ്റത്തെ സ്വബറുള്ളവർക്ക്, ക്ഷമിക്കുന്നവർക്ക് അതിലെല്ലാം മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർവഹിക്കുകയാണ്. സുജൂദിൽ ദീർഘമായി നേരം കിടക്കുന്നു. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് സലാം വീട്ടിയപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എന്താണ് ദീർഘനേരം സാധാരണ ഇല്ലാത്ത രൂപത്തിൽ സുജൂദ് ദീർഘിപ്പിച്ചത്? ഞങ്ങൾ വിചാരിച്ചു വല്ല വഹയും ഇറങ്ങിയിട്ടുണ്ടോ, അല്ല വല്ലതും സംഭവിച്ചോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുല്ലു ദാലിക ലം യകുൻ, അതൊന്നും ഉണ്ടായിട്ടില്ല. വലാകിന്ന ബിനി ഇർതഹലനി, പക്ഷേ എന്റെ മോൻ എന്നെ വാഹനമാക്കിക്കൊണ്ട് എന്റെ മുതുകത്തുണ്ടായിരുന്നു. ഫകരിഹ്തു അൻ ഉഅജ്ജിലഹു ഹത്താ യഖ്ദി ഹാജതുഹു, അവന്റെ ആവശ്യം കഴിയുന്നതിന് മുമ്പായി ഞാൻ ധൃതിപ്പെട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. നോക്കൂ സഹോദരങ്ങളെ, ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എങ്ങനെ മക്കളോട് പെരുമാറുന്നു? പേരക്കിടാങ്ങളോട്, സ്വന്തം മക്കളോട് ദേഷ്യത്തിലും അവരെ ആട്ടിയകറ്റിക്കൊണ്ടുമല്ല അവരോട് സംസാരിക്കേണ്ടത്, പെരുമാറേണ്ടത്. സ്നേഹം നൽകൂ. ലോകത്തിന്റെ പ്രവാചകൻ ലോകത്തിന് പകർന്നു നൽകിയ വലിയ മാതൃകകളാണിത്. തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ടത്. തന്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുന്ന ഏറ്റവും മഹത്തായ ഇബാദത്ത് നിർവഹിക്കുമ്പോൾ പോലും മക്കൾ വന്ന് തോളത്ത് കിടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ദേഷ്യപ്പെട്ടില്ല, അവരെ മാറ്റി നിർത്തിയില്ല. അതാണ് കുട്ടികളെ ചുംബിച്ചു, മാറോട് ചേർത്തണച്ചു. ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, തുഖബ്ബിലൂന സുബിയാൻ, നിങ്ങൾ മക്കളെ ചുംബിക്കാറുണ്ടോ, മുത്തം കൊടുക്കാറുണ്ടോ? ഫമാ നുഖബ്ബിലുഹും, ഞങ്ങൾ അവരെ ചുംബിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഖൽബിൽ നിന്ന് കാരുണ്യം എടുത്തു കളഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കിടാവ് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുകയായിരുന്നു. അഖറ ഇബ്നു ഹാബിസ് അത്തമീമി അദ്ദേഹം അടുത്തുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നലി അശ്റത്തു മിനൽ വലദ്, എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദ, ഞാൻ അവരിൽ ഒരാളെയും ചുംബിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാ യർഹം ലാ യുർഹം, കരുണ ചെയ്യാത്തവരോട് കരുണ ചെയ്യപ്പെടുകയില്ല. നിങ്ങളുടെ കാരുണ്യം, നിങ്ങളുടെ മേഴ്സി, ആ റഹ്മത്ത് നിങ്ങളുടെ മക്കൾക്ക് പകർന്നു നൽകാനുള്ളതാണ്. മക്കളോടും പേരക്കിടാങ്ങളോടും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം ചെലവഴിച്ചത്, എത്ര ബിസിയുള്ളവരായിരുന്നാലും, എത്ര തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും സഹോദരങ്ങളെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, അവരെ സന്തോഷിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം കണ്ടെത്തിയിരുന്നു എന്ന് നമുക്കതിൽ നിന്ന് കാണുവാൻ സാധിക്കും. മാത്രമല്ല, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ തിരക്ക് പിടിച്ച ജീവിതമാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. മാർക്കറ്റിൽ പോയി തിരിച്ചു വരികയാണ്. ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, ഇച്ചാച്ചു കബ്ദി, എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്ന തന്റെ പ്രിയ പുത്രിയുടെ മക്കൾ അവരെ വിളിക്കുകയാണ്. പേരക്കിടാങ്ങൾ അവിടെ ഉണ്ടോ, ചെറിയ പ്രായം. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പെട്ടെന്ന് വിടുന്നില്ല. പിന്നെയോ അവർ കുറച്ച് സമയം കഴിഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവരെ കുളിപ്പിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അത്തറൊക്കെ പൂശിക്കൊണ്ടാണ് പറഞ്ഞയക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, മക്കളെയൊക്കെ പറഞ്ഞയക്കുമ്പോ ഉപ്പയുടെ കൂടെ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ നല്ല വൃത്തിയിലും ശുദ്ധിയിലൊക്കെ ആവണമെന്ന് ഹദീസിൽ അത് കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, കുറച്ചല്പം വൈകിട്ടാണ് മക്കളെ വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷെ അപ്പോൾ തന്നെ പറഞ്ഞയച്ചില്ല. എന്താ? നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് മക്കളെ നല്ല ഭംഗിയിൽ കാണണം. ബാറക്കല്ലാഹ്, മാഷാ അല്ലാഹ്, അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് എന്താ ചെയ്യുന്നത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വആനകു ആ കുട്ടിയെ ആലിംഗനം ചെയ്തു ചേർത്തു പിടിച്ചു, വഖബ്ബലഹു ആ കുട്ടിക്ക് മുത്തം നൽകി, എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുമ്മ ഹബീബുഹു വഹിബ്ബ മൻ യുഹിബ്ബുഹു. ലോകത്ത് സ്വർഗ്ഗത്തിലെ യുവാക്കളുടെ നേതാവായി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. ഇവരോട് ഇഷ്ടമുണ്ടാക്കണേ റബ്ബേ, ഇവരെ നീ ഇഷ്ടപ്പെടണേ, ഇവരെ ഇഷ്ടപ്പെടുന്നവരെയും നീ ഇഷ്ടപ്പെടണേ എന്ന്. നോക്കൂ സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്വഹാബത്ത് അവർക്ക് മക്കൾ ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് കൊണ്ടുവരാറുണ്ട്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഉലിദലി ഗുലാം, എനിക്കൊരു ആൺകുട്ടി ഉണ്ടായി. ഫഅതൈതു ബിഹി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കുട്ടിയെയും കൊണ്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നു. ഫസമ്മാഹു ഇബ്രാഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം എന്ന് പേരിട്ടു. അവിടെയൊക്കെ നമുക്ക് മാതൃകയുണ്ട്. മക്കളുണ്ടായാൽ എന്താ പേര് വേണ്ടത്? പലരും പറയാറുണ്ട് ഉള്ളത്, ചോദിക്കാറുള്ളത് ആർക്കില്ലാത്ത പേര് വേണം, അങ്ങനെയാണ്. നാട്ടിലൊന്നും ഇല്ലാത്ത പേര് വേണം. എന്തൊക്കെയോ ദ്വയാർത്ഥമുള്ള പേരുകളൊക്കെയാണ് മക്കൾക്കിടാറുള്ളത്. അങ്ങനെയല്ല, നല്ല അമ്പിയാക്കളുടെ പേരുണ്ട്, സ്വഹാബികളുടെ പേരുണ്ട്, സ്വാലിഹ്യങ്ങളുടെ പേരുണ്ട്. നല്ല പേരാണ് അവർക്ക് വിളിക്കേണ്ടത്. അതല്ലാതെ ദ്വയാർത്ഥമുള്ള ആ തരത്തിലുള്ള പേര് മക്കളോടുള്ള അവകാശമാണ്, അത് അവർക്ക് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹന്നകഹു ബിചംറ, ഈത്തപ്പഴം കൊണ്ട് തഹ്നീക്ക് നടത്തി മധുരം നൽകുകയുണ്ടായി. എന്നിട്ട് വദഅലഹു ബിൽ ബറക, അവർക്ക് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. നോക്കൂ സഹോദരങ്ങളെ, അങ്ങനെയാണ് മക്കളെ അകറ്റുകയല്ല, ചേർത്തു പിടിക്കുകയാണ് ചെയ്തത്. കുട്ടികളോട് കളിതമാശ പറയാറുണ്ട് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഇതിനേക്കാളും വലിയ മാതൃക നമുക്ക് എന്താണുള്ളത്? അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി ഖുലുഖ, ജനങ്ങളിൽ ഏറ്റവും നല്ല ഉത്തമമായ സ്വഭാവത്തിനുടമയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വകാന ലി അഖുൻ, എനിക്കൊരു ബ്രദർ, സഹോദരൻ ഉണ്ടായിരുന്നു. യുഖാലു ലഹു അബൂ ഉമൈർ, അവന്റെ പേര് അബൂ ഉമൈർ എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ, അല്ലയോ അബൂ ഉമൈർ, നിന്റെ നുഗൈറിനെ, ചെറിയൊരു പക്ഷിക്കുട്ടിയെ ആ അബൂ ഉമൈറിന്റെ അടുക്കൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കളിക്കാറുണ്ടായിരുന്നു, എന്തു പറ്റി നിന്റെ പക്ഷിക്കുട്ടിക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, അത്രത്തോളം തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും മക്കളുടെ അടുക്കലേക്ക് ഇദാ മറ അല സുബിയാൻ, മക്കളുടെ അടുക്കലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോകുമ്പോൾ ഫസല്ലമ അലൈഹിം, അവർക്ക് സലാം പറയാറുണ്ട്. ഇതൊക്കെ ലോകത്തിന് വലിയ മാതൃകയാണ്. മക്കളെ ചേർത്തു പിടിക്കണമെന്നത്. കുട്ടികളുടെ അവകാശം നൽകി. സഹൽ ബിൻ സഅദ് സായിദി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഉച്ചിയ ബിശറാബിൻ, കുറച്ച് പാനീയം കൊണ്ടുവരപ്പെട്ടു, പാലോ മറ്റോ. ഫശരിബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുടിച്ചു. വഅൻ യമീനിഹി ഉലാം, നബിയുടെ റൈറ്റ് സൈഡിൽ ഒരു കുട്ടിയാണ്. വഅൻ യസാരിഹിൽ അശിയാഖ്, ലെഫ്റ്റ് സൈഡിൽ കുറെ പ്രായം ചെന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് ചോദിച്ചു, ഇൻ അദിൻ സലി ആതൈതു ഹൗലായി, നീ പെർമിഷൻ തരുകയാണെങ്കിൽ ഞാൻ ഈ വലിയ ആളുകൾക്ക് കൊടുക്കും. അപ്പൊ ആ കുട്ടി പറഞ്ഞത്, മാ കുൻതു ലഊസിറു ബിനസീബി മിൻക യാ റസൂലല്ലാഹ് അഹദൻ, ഒരാൾക്കും എനിക്കുള്ള ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടുന്ന ഒരു ഷെയർ വേറെ ആർക്കും കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഫതല്ലഹു ഫി യദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. നോക്കൂ നിങ്ങൾ, കുടുംബത്തിൽ ആളുകൾ വരുമ്പോ, നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷനിലാവുമ്പോ, അതല്ലെങ്കിൽ എവിടെയായിരുന്നാലും മക്കളോടുള്ള അവകാശം, അവരെ ചേർത്ത് നിർത്തുക. ഏയ് കുട്ടികളൊക്കെ പോട്ടെ, മാറി നിൽക്കുക, അങ്ങനെയല്ല സഹോദരങ്ങളെ, അവർക്ക് സ്നേഹം നൽകണം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമസ്കാര വേളയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം അബൂ ഖതാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി വഹുവ ഹാമിലുൻ ഉമാമ ബിൻത് സൈദ്, തന്റെ പേരക്കുട്ടിയെ ഉമാമയെ എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നു. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും സുജൂദിലേക്ക് വരുമ്പോ അവിടെ വെക്കും. ഫർദ് നമസ്കാരത്തിലായിരുന്നാലും സുന്നത്ത് നമസ്കാരത്തിലായിരുന്നാലും. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടു. യഉമ്മുൻ നാസ, ജനങ്ങൾക്ക് ഇമാമ നിൽക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വ ഉമാമ ബിൻത് അബിൽ ആസ്, തന്റെ പേരക്കിടാവ് ഉമാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എടുത്തിട്ടുണ്ട്. അല ആതിഖി, അവരുടെ ഷോൾഡറിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിലാണ് ഏറ്റിയിട്ടുള്ളത്. ഫൈദാ റകഅ വളഅഹ, റുകൂ പോകുമ്പോൾ അവിടെ വെക്കും. വൈദാ റഫഅ മിന സുജൂദ്, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വഅഅദഹ, അതേപോലെ തന്നെ തോളിൽ വെച്ച് നമസ്കരിക്കാറുണ്ട്. അതുകൊണ്ട് നമസ്കാരത്തിന് ഭംഗം വരില്ലെന്ന് ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു. അവർ വൃത്തിയുള്ളവരായിരിക്കണം, വസ്ത്രവും മറ്റൊക്കെ വൃത്തിയുള്ള ക്ലീനുള്ള അവസ്ഥയിൽ. കുട്ടി ഇങ്ങനെ കരയാണ്, എന്താ ചെയ്യുക? അവിടെ വിട്ടേച്ചു പോര്, കുട്ടിയെ കൊണ്ട് ശല്യമായല്ലോ. അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഉമ്മമാരായിരുന്നാലും ഉപ്പമാരായിരുന്നാലും സഹോദരങ്ങളെ, ഇത് അള്ളാഹു നൽകിയ, അവരുടെ കിളിക്കൊഞ്ചൽ കേൾക്കാൻ, അവരുടെ പുഞ്ചിരി കാണാൻ എന്ത് കൺകുളിർമയാണ്, എന്ത് സന്തോഷമാണുള്ളത്. ഒരിക്കലും തന്നെ വെറുപ്പോടുകൂടി അവരോട് പെരുമാറരുതെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുറൈദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഖുത്ബ നിർവഹിച്ചു. ഫഅഖബല അൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ആ പേരക്കിടാങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അങ്ങനെ വരുന്നുണ്ട്. അലൈഹിമാ ഖമീസാനി അഹ്മറാനി യഅസുറാനി വയഖൂമാനി, വലിയ ചുവന്ന രണ്ട് കുപ്പായം ധരിച്ചിട്ടുണ്ട് അവർ. എന്നിട്ട് വീണും എഴുന്നേറ്റും ഇങ്ങനെ അവർ വരുമ്പോ ഫനസല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഇറങ്ങി ഫഅഖദഹുമാ, അവരെ എടുത്തു. ഫസഅദൽ മിമ്പർ, എന്നിട്ട് മിമ്പറിലേക്ക് കയറി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക് എത്ര സത്യമാണ്. അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് പരീക്ഷണമാണ് എന്ന്. റഅയ്തു ഹാദൈനി ഫലം അസ്ബിർ, ഈ മക്കളെ കണ്ടപ്പോൾ എനിക്ക് ക്ഷമിക്കാൻ സാധിച്ചില്ല. നോക്കൂ സഹോദരങ്ങളെ, ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, എവിടെ കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, അയൽപക്ക ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, എല്ലാ രംഗത്തും നമുക്ക് മാതൃകയായിട്ടുള്ളത്, റോൾ മോഡലായിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇതിനോളം വരുന്ന മാതൃകകൾ ലോകത്തെവിടെയുമില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മക്കളോട് അത്രത്തോളം കാരുണ്യം കാണിച്ച, സ്നേഹം കാണിച്ച, ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. മിമ്പറിൽ ഖുത്ബ നിർവഹിച്ച സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ കണ്ടപ്പോൾ, അതാണ് മക്കളോടുള്ള സ്നേഹം, അതുണ്ടാവണം. അതാണ് ജീവിതം, ജീവിതത്തിന്റെ സന്തോഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉണർത്തി പെൺകുട്ടികളെയൊക്കെ സഹോദരങ്ങളെ അവരെ വളർത്തുന്ന വിഷയത്തിൽ നമ്മൾ വളരെയധികം ജാഗ്രതയോടുകൂടി കാണേണ്ടതാണ്. അവരുടെ വിഷയത്തിൽ വഴിതെറ്റിപ്പോകാൻ ഏറെ സാധ്യതയുള്ള ഈ കാലഘട്ടത്തിൽ അവരെവിടെ പോകുന്നു, ആരുടെ കൂടെയാണ് അവര്, അവരുടെ ഫ്രണ്ട്സ് ആരാണ്, സംസാരിക്കുന്നത്, അവർ ഇടപഴകുന്നത് എന്നെല്ലാം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് മൻ ആല ജാരിയതൈനി, രണ്ട് പെൺമക്കളെ ആര് വളർത്തി, ഹത്താ തബ്ലുഗ, അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ, ഫൈദാ ജാഅ യൗമുൽ ഖിയാമ അന വഹുവ, ഞാനും അവനും പരലോകത്ത് വരും. വഹുവ ദമ്മ അസാബിഹു, വിരലുകൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് വെച്ചു. മൻ കാന ലഹു സലാസു ബനാത്തിൻ, മറ്റൊരു ഹദീസിൽ കാണാം, ഏതൊരാൾക്ക് 3 പെൺകുട്ടികൾ ഉണ്ടായി, ഫഅദ്ദബഹുന്ന, അവർക്ക് അദബ് പഠിപ്പിച്ചു, അവർക്ക് ഫഅതഅമഹുന്ന വകസാഹുന്ന, അവർക്ക് ഭക്ഷണം നൽകി, വസ്ത്രം നൽകി, നല്ല രീതിയിൽ വളർത്തിയാൽ ഞാനും അവരും സ്വർഗ്ഗത്തിൽ ഇപ്രകാരമാണെന്ന് പറഞ്ഞ ചേർത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം പെൺമക്കളെ വളർത്തുന്ന വിഷയത്തിലും വളരെയധികം ജാഗ്രത കൈക്കൊള്ളേണ്ടതുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ പലയിടങ്ങളിലും സഹോദരങ്ങളെ നമ്മൾ കാണുന്ന കാഴ്ച, ഏതൊക്കെയോ ആളുകളുടെ, ആൺകുട്ടികളുടെ കൂടെ കയ്യും പിടിച്ച് നടന്നു പോകുന്ന ഒരവസ്ഥയാണ് വളർന്നു വരുന്ന പെൺമക്കൾക്കുള്ളത്. അതിൽ ചെന്ന് ചാടാതിരിക്കാൻ, ഡ്രഗ്സിന്, ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് മുസ്ലിം ഉമ്മത്തിലെ പെൺമക്കളൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോയി ആക്കുമ്പോൾ, ഹോസ്റ്റലുകളിലൊക്കെ കൊണ്ടുപോയി ആക്കുമ്പോൾ വളരെ ജാഗ്രത. നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മക്കളെ കൊല ചെയ്യുന്ന, ക്രൂരമായി മക്കളെ കൊല ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ എങ്ങനെയാണ് സഹോദരങ്ങളെ സമൂഹത്തിൽ ഉണ്ടാകുന്നത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, ആ ജാഹിലിയ കാലത്തിലെ അവസ്ഥ, ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ട പെണ്ണിനോട് ചോദിക്കപ്പെടും, എന്തൊരു തെറ്റിനാണ് നീ ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ടത്, കുഴിച്ചുമൂടപ്പെട്ടത് എന്ന്. സഹോദരങ്ങളെ, അവർക്ക് നൽകേണ്ടത് സ്നേഹമാണ്, അവരെ ചേർത്തു പിടിക്കലാണ്. അവരുടെ വിഷയങ്ങളിൽ നമ്മൾ അങ്ങേയറ്റത്തെ താല്പര്യം കാണിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇഹവര നന്മകൾ അവർക്കുണ്ടാകണമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചു. ഏത് മക്കളോടും ഒരു കാരുണ്യം, അത് അധ്യാപകരായിരുന്നാലും അതുപോലെ തന്നെ ഏത് കാറ്റഗറിയിലുള്ള ആളുകളായിരുന്നാലും ശ്രദ്ധിക്കണം. മക്കളോട്, അവരോട് നൽകേണ്ടുന്നതായ ബാധ്യതകളും കടമകളും ഏറെയുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരു യഹൂദി ബാലൻ രോഗിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, അസ്ലിം, നീ മുസ്ലിം ആവണമെന്ന്. ഫനദറ ഇലാ അബി, ആ കുട്ടി തന്റെ വാപ്പയുടെ അടുക്കലേക്ക് നോക്കി, അവിടെ അടുത്ത് നിൽക്കുന്നുണ്ട്. വാപ്പ പറഞ്ഞു, അബുൽ ഖാസിം, അബുൽ ഖാസിമിനെ അനുസരിക്കുക. അങ്ങനെ ആ കുട്ടി മുസ്ലിമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇറങ്ങുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, നരകത്തിൽ നിന്ന് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന് സർവസ്തുതിയുമെന്ന്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാന യുഅവ്വിദുൽ ഹസന വൽ ഹുസൈൻ, അവർക്ക് വേണ്ടി രക്ഷ തേടാറുണ്ട്. ഉപദ്രവങ്ങൾ ഉണ്ടാവാൻ പാടില്ല, കണ്ണേറുകൾ മറ്റുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി രക്ഷ തേടും. വഈദുകുമാ ബികലിമാത്തില്ലാഹി തആമ്മ വമിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാം, അവരുടെ മക്കളായ ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഇവർക്ക് വേണ്ടി, ആ മക്കൾക്ക് വേണ്ടി രക്ഷ
രക്ഷ ചോദിച്ചതാണ്. അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു. അള്ളാഹുവിന്റെ പൂർണ്ണമായ വചനങ്ങൾ കൊണ്ട്. മിൻകുല്ലി ശൈത്താൻ, എല്ലാവിധ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും, വഹാമത്തിൻ വിഷജന്തുക്കളിൽ നിന്നും, വമിൻകുല്ലി ഐനിൻ ലാമ്മ, ഏൽക്കുന്നതായ കണ്ണുകളിൽ നിന്നും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ബാറക്കല്ലാഹ് മാഷാ അല്ലാഹ്. സ്വന്തം മക്കളിലൊക്കെ നല്ലതായി കാണുമ്പോൾ എന്താ പറയേണ്ടത്? ബാറക്കല്ലാഹ് മാഷാ അല്ലാഹ് എന്നൊക്കെയാണ് പറയേണ്ടത് എന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, മക്കൾ മരണപ്പെട്ടാലും അത് അള്ളാഹുവിന്റെ വിധിയാണ്, അതിൽ തൃപ്തിപ്പെടുകയാണ് വേണ്ടത്. ഒരു ഹദീസിൽ കാണാം, ഇദാ മാത വലദുൽ അബ്ദി, ഒരു അടിമയുടെ കുട്ടി മരണപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, മലക്കുകളോട് ചോദിക്കും, ഖബൽതും വലദ അബ്ദി, എന്റെ അടിമയുടെ കുട്ടിയെ നിങ്ങൾ പിടിച്ചുവല്ലേ? മലക്കുകൾ പറയും, അതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവരോട് ചോദിക്കുകയാണ്, ഖബൽതും ഫുആദ സമരിഹി സമറതി ഫുആദിഹി, ആ കരളിന്റെ കഷ്ണത്തെ നിങ്ങൾ പിടിച്ചുവല്ലേ? അവർ പറയും, അതെ. അപ്പൊ അല്ലാഹു ചോദിക്കും, മാദാ ഖാല അബ്ദി, എന്റെ അടിമ എന്താണ് പറഞ്ഞത്? മലക്കുകൾ പറയും, ഹമിദല്ലാഹ വസ്തർജ, അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് ആ പിതാവ് പറഞ്ഞത് മക്കൾ മരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇബ്നു ലഹു ബൈതൻ ഫിൽ ജന്ന, ഇയാൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കുക. ഫസമ്മുഹു ബൈത്തുൽ ഹംദ്, ബൈത്തുൽ ഹംദ് എന്നതിന് പേര് നൽകുക. ക്ഷമയും സഹനവും സഹോദരങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാകണം. മക്കളെ വളർത്തുന്നതിലും മക്കളെ പഠിപ്പിക്കുന്നതിലും മക്കളുള്ള സ്നേഹം നൽകുന്നതിലും എന്തെങ്കിലും പരീക്ഷണങ്ങളും രോഗങ്ങളും ഉണ്ടായാലും ഒരിക്കലും പിറുപിറുക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ അങ്ങനെയാണ് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ അതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സും നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ സ്നേഹിക്കാനും അവർക്ക് നന്മ പകർന്നു നൽകുവാനും നല്ല രൂപത്തിൽ അവരെ വളർത്തുവാനും എല്ലാം നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, القرآن كلام الله المنزل غير مخلوق منه بدأ وإليه يعود. വിശുദ്ധ ഖുർആൻ അത് അല്ലാഹുവിന്റെ സംസാരമാണ്, അല്ലാഹുവിന്റെ കലാമാണ്. അതൊരു സൃഷ്ടിയല്ല. അള്ളാഹുവിൽ നിന്നാണ് അതിന്റെ തുടക്കം, അവനിലേക്ക് തന്നെയാണ് അത് മടങ്ങുന്നത്. വിശുദ്ധ ഖുർആനിന് 10ഓളം വിശേഷണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊന്നാണ് അദ്ദിക്ർ. അത് നിങ്ങൾക്കുള്ള ഉത്ബോധനമാണ്, സ്മരണയാണ്. ആ ഖുർആനിനോടുള്ള വിശ്വാസികളുടെ ബാധ്യത, വലഖദ് യസ്സർനൽ ഖുർആൻ ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ, ഖുർആനിനെ നാം സരളമാക്കി, അതിനെ എളുപ്പമാക്കി, ഈസിയാക്കി. അതിനെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും ആരാണുള്ളത്? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അവരെന്തേ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ? അവരുടെ കൽബുകൾക്ക് പൂട്ടിട്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ലോകം മുഴുവനും ഖുർആനിന്റെ നന്മകളിലേക്കും ഖുർആനിന്റെ ആയത്തുകളിലേക്കും അതിനെക്കുറിച്ച് ഗവേഷണം നടത്താനും റിസർച്ച് നടത്താനും വേണ്ടി നമ്മുടെ നാടിന് പുറത്തുള്ള ആളുകളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ വക്താക്കളായ വിശ്വാസികളായ മുസ്ലിമീങ്ങളായ നമുക്ക് എത്രത്തോളമുണ്ട്? ഓരോ മാസങ്ങൾ കടന്നു പോകുമ്പോഴും ഒരു പ്രാവശ്യമെങ്കിലും വിശുദ്ധ ഖുർആൻ ഓതി തീർക്കാൻ, ഖതം തീർക്കാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇഖ്റഇൽ ഖുർആന ഫീ കുല്ലി ശഹർ, നിങ്ങൾ ഖുർആനിനെ എല്ലാ മാസത്തിലും ഓതി തീർക്കണമെന്ന്. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നി അജിദു ഖുവ്വ, നബിയെ എനിക്കതിനെ, അവരുടെ താല്പര്യം ഇൻട്രസ്റ്റഡ് ആണ്, എനിക്ക് അതിനേക്കാളും കൂടുതൽ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖറഹു ഫീ 20, എന്നാൽ 20 ദിവസത്തിൽ നീ അത് ഓതി തീർക്കുക. അപ്പൊ ആ സ്വഹാബി പറയുന്നത്, എനിക്ക് അതിനേക്കാളും പെട്ടെന്ന് ഓതി തീർക്കാൻ സാധിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖറഹു ഫീ 7 വലാ തസിദ് അലാ ദാലിക, ഒരാഴ്ച കൊണ്ട് നീ ഖുർആൻ ഓതി തീർക്കുക. സഹോദരങ്ങളെ, എത്ര ആഴ്ചകളും മാസങ്ങളും നമ്മിലൂടെ കടന്നുപോയി, നമ്മൾ എത്ര ഓതി, നമ്മൾ എത്ര പഠിച്ചു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ ഹദീസ് കേട്ടിട്ട് അബൂ അബ്ദുറഹ്മാൻ സുലമി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്, ഹാദാ ഹുവല്ലദീ അഖഅദനി ഫീ മഖഅദി ഹാദാ, എന്റെ ഈ ഒരു സ്ഥലത്ത് 40 വർഷത്തോളം ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി മസ്ജിദിൽ അദ്ദേഹം തന്റെ ജീവിതം മാറ്റിവെച്ചത് ഈ ഒരു ഹദീസാണ്. ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ, ഖൈറായിട്ടുള്ളവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന്. സഹോദരങ്ങളെ, നമ്മൾ എത്രത്തോളം ഇതിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്?
നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എല്ലാം കഴിഞ്ഞിട്ട് റിട്ടയർഡ് ആയിട്ട് നമുക്ക് നോക്കാം എന്നതല്ല. നമ്മുടെ ആയുസ് കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ മറന്നു പോകരുത് ഈ ഗ്രന്ഥം, അത് പഠിക്കാൻ. അതാണ് നമ്മുടെ വഴികാട്ടി, അതാണ് നമ്മുടെ ഇമാം. നാളെ പരലോകത്ത് നമുക്ക് വെളിച്ചമായി കടന്നു വരുന്നത് ഈ വിശുദ്ധ ഖുർആൻ ഓതിയതും പഠിച്ചതുമാണ്. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബി. നിങ്ങൾ ഖുർആൻ ഓതൂ, ഖുർആൻ പഠിക്കൂ. അതാണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ആയിക്കൊണ്ടുണ്ടാവുക. ഇൻഷാ അല്ലാഹ് സഹോദരങ്ങളെ, എല്ലാ ശനിയാഴ്ചയും 7 മണി മുതൽ 1 മണിക്കൂർ, ആഴ്ചയിൽ ഒരു 1 അവർ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സൂറത്തെടുത്ത് ആയത്തുകൾ അത് അതിന്റെ അർത്ഥവും അതിന്റെ ആശയങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്ന ക്ലാസ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മസ്ജിദിൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ഇതുവരെ നടന്നു നിന്നിരുന്നു. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ അത് ആരംഭിക്കുകയാണ്. എല്ലാ ശനിയാഴ്ചയും 7 മണിക്ക് സാധിക്കുന്ന ആളുകളൊക്കെ ആഴ്ചയിൽ ഒരു സമയം, ഒരു ദിവസം 1 മണിക്കൂർ അതിനുവേണ്ടി മാറ്റിവെച്ചാൽ അതിന്റെ ഖൈറ്, അതിന്റെ നന്മ നമ്മുടെ ഖബറിലേക്കായിരിക്കും, നമ്മുടെ ജീവിതത്തിൽ ബാക്കി ഉണ്ടാവുക. ഇൽമുൻ യുൻതഫഉ ബിഹി, പ്രയോജനപ്പെടുന്ന വിജ്ഞാനം. നമ്മൾ പഠിച്ച നാഫിആയ ഇൽമ് അത് ഖുർആനിന്റെ ഇൽമാണ്. നമുക്ക് എത്ര അറിവുണ്ട് അതിനെക്കുറിച്ച്, എത്ര ആയത്തുകൾ, എത്ര സൂറത്തുകൾ, ആയത്തുകൾ നമ്മൾ കേൾക്കുന്നു, അറിയുന്നു. ഖുർആൻ കേൾക്കുന്നുണ്ടല്ലോ, പക്ഷെ അതിന്റെ അർത്ഥം അറിയുമോ, അതിന്റെ ആശയം അറിയുമോ? അത് വിശ്വാസികളെ, സഹോദരങ്ങളെ, നമ്മുടെ ഖബറിലേക്ക് ഒരു കൂട്ടായി കൊണ്ടുണ്ടാവാൻ വേണ്ടി നമ്മുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരം നമുക്ക് മുമ്പിലുണ്ട്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമുക്കറിയാവുന്നവരെയെല്ലാം അത് അറിയിക്കുക. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ അത് ചെയ്യുന്നവരുടെ അത്രയും പ്രതിഫലം അവർക്ക് ലഭിക്കും. ഏതെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, കളിയും തമാശക്കും വേണ്ടിയല്ല നമ്മൾ ആളുകളെ ക്ഷണിക്കേണ്ടത്, വിളിക്കേണ്ടത്. പിന്നെയോ നന്മക്ക് വേണ്ടി, പരലോകത്ത് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഖുർആൻ പഠിക്കാനുള്ള സൗകര്യമുണ്ട്, അതിന് വരൂ എന്ന്. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ, അവരെ ദീൻ പഠിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ മദ്രസ നമ്മുടെ ഈ മസ്ജിദിന്റെ അണ്ടറിൽ ആരംഭിക്കുകയാണ്. ഈ വർഷത്തെ അക്കാഡമിക് ഇയർ തുടങ്ങുകയാണ്. വീക്കെൻഡിലാണ്, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ നമ്മളത് ഫാമിലിയായി താമസിക്കുന്ന ആളുകൾ അത് മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ പരിചയത്തിലുള്ള കുടുംബങ്ങൾ ഇത് അറിയിക്കണം. ദീൻ പഠിക്കാനുള്ള അവസരം ഇതുണ്ട്, നമുക്ക് മുമ്പിലുണ്ട്, അത് നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമയവും ജീവിതവും അല്ലാഹു തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ വിനിയോഗിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിലും മക്കളിലുമെല്ലാം കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ നാഫിയായ ഇൽമ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ബിസിനസ്സിലും കച്ചവടത്തിലും നമ്മുടെ ജോലിയിലുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. രോഗികളായി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, പിഞ്ചു പൈതങ്ങളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും രോഗം ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. اللهم لا تدع لنا ذنبا الا غفرته ولا دينا الا قضيته ولا ميتا الا رحمته ولا مريضا الا شفيته ولا بلاء الا رفعته يا ارحم الراحمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.